ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1200-ാം ആണ്ട് ചിങ്ങമാസം 21-ാം തീയതി, ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 15-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:25 നാളത്തെ തിഥി തൃതീയ തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ 9:27 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ചിത്തിര നക്ഷത്രമാണ് ആരംഭിക്കുക. ചിത്തിര നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:35 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ, അതായത് വെള്ളിയാഴ്ച രാവിലെ 9:27 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:35 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ടതും തുലാക്കൂറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം കന്നിക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയം ഞാനിവിടെ പറഞ്ഞു തരാം. അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ടുള്ള 9:27 അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ 9:27 ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി 9:27 വരെയുള്ള സമയമാണ് കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം നക്ഷത്ര സമയം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. വെള്ളിയാഴ്ച രാത്രി 9:27 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ ശനിയാഴ്ച ഉച്ച വരെയുള്ള സമയം, ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:35 വരെയുള്ള സമയമാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദ നക്ഷത്ര സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ചിത്ര നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി നാളെ ചിത്ര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. നാളത്തെ ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂരം, ആയില്യം, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ചിത്ര നക്ഷത്രപ്രകാരം അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന നാളുകൾ തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂരം, ആയില്യം, അത്തം. ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന്, ഈ 7 നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. നാളത്തെ ദിവസം ചിത്ര നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും അറിഞ്ഞുകൊള്ളുക. പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നതും ജ്യോതിഷം പറയുന്നു. ഇനി ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്, ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള സമയമാണ് പറഞ്ഞു തരുന്നത്. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:17 മുതൽ 7:47 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യാനുള്ള ശുഭസമയമാണ്. വെള്ളിയാഴ്ച രാവിലെ 6:17 മുതൽ 7:47 വരെയുള്ള ശുഭസമയം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നീട് 9:17 മുതൽ 10:47 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയമാണ്. അത് കഴിഞ്ഞ് 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:47 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നീട് ഉച്ചകഴിഞ്ഞ് 3:17 മുതൽ 5:17 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭ സമയമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇത്രയും ശുഭസമയങ്ങൾ ജ്യോതിഷം വേർതിരിച്ചു തരുന്നു. ശുഭകാര്യങ്ങൾ ചെയ്ത് ജീവിത വിജയം നേടുവാൻ വേണ്ടിയാണ് ഇത്രയും സമയങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒരുപക്ഷെ നമ്മൾ ഈ സമയം നോക്കിയില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളും ഈ സമയത്ത് തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ഇവിടെ മോശമായ സമയം ഇതിനിടയ്ക്കുണ്ട്. ആ സമയം ഒഴിവാക്കണമെന്നാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ജ്യോതിഷം ശുഭസമയം എടുത്തു പറഞ്ഞു തരുന്നത്. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 6 ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ 15, 24 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 6 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമാണ്. അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും.
അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുന്നത് ഈ 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നാളത്തെ ദിവസം ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. മാത്രമല്ല പച്ച, അതുപോലെ തന്നെ കടുനീല, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അത്യുത്തമമായ ഫലങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ചെയ്യേണ്ട കാര്യം, നാളത്തെ ദിവസം ഏതൊരു മാസത്തെ 6, 15, 24 എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അതുകൂടാതെ ഉത്തമമായ ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർ നാളത്തെ ദിവസം പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ ചുവപ്പ്, കടുനീല, പച്ച എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ അത്യുത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഇതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ജീവിതത്തെ ക്രമീകരിച്ച് നല്ല രീതിയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ജ്യോതിഷപരമായ അറിവുകളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ജീവിതത്തെ നീക്കിക്കളയേണ്ട കാര്യങ്ങൾ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ കളയുക, ക്രമീകരിക്കുക, നല്ലതിനെ സ്വീകരിക്കുക, ജീവിത വിജയം നേടുക. തീർച്ചയായിട്ടും ജ്യോതിഷം ഒരു ജാതകനെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, നക്ഷത്രമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ജീവിത വിജയത്തിന് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ശാസ്ത്രമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. നാളെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഏതൊക്കെ വിധത്തിൽ വന്നു ചേരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവ് പകരുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം. മറ്റൊരു ശാസ്ത്രവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഗ്രഹങ്ങൾ മനുഷ്യരെ സ്വാധീനിക്കുന്നു. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ പേരിലാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ്റെ ദിവസം, ചൊവ്വാഴ്ച ദിവസം ചൊവ്വയുടെ ദിവസം, ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസം, വ്യാഴാഴ്ച ദിവസം വ്യാഴത്തിൻ്റെ ദിവസം, വെള്ളിയാഴ്ച ദിവസം ശുക്രൻ്റെ ദിവസം, ശനിയാഴ്ച ദിവസം ശനിയുടെ ദിവസം, ഞായറാഴ്ച ദിവസം സൂര്യൻ്റെ ദിവസം. അപ്പോൾ ഇത് സത്യമായ ഒരു കാര്യമാണ്. ഈ ഗ്രഹങ്ങളുടെ ദിവസത്തിൽ കൂടിയാണ്. അത് ഈ പ്രപഞ്ചത്തിലെ ഒരു പരമമായ സത്യമാണ്. ആ സത്യത്തെ പലരും അംഗീകരിക്കാതെ കടന്നു പോകുന്നുണ്ട്. ഈ ഗ്രഹങ്ങളെ വെച്ചാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നതും, ഈ ഗ്രഹങ്ങളെ വെച്ചാണ് ഈ ജ്യോതിഷം പറയുന്നതൊക്കെ. പക്ഷേ അത് പലരും അംഗീകരിക്കാതെ പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി അംഗീകരിച്ച് നല്ല രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ശാസ്ത്രമാണ്. ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കേൾക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈശ്വരാനുഗ്രഹവും പ്രിയപ്പെട്ടവരിൽ വന്നു ചേരും, മഹാദേവൻ്റെ അനുഗ്രഹവും വന്നു ചേരുമെന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്, ശുക്രൻ്റെ ദിവസമാണ്. ശുക്രനും ചന്ദ്രനും നാളത്തെ ദിവസം നല്ല ഫലങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമാണ്. ഹോരാ നിയമപ്രകാരം ഒരു മാസത്തിൻ്റെ ആദ്യത്തെ 15 ദിവസം സൂര്യനും പിന്നീടുള്ള 15 ദിവസങ്ങൾ ചന്ദ്രനുമാണ് ബലമുള്ളത്. അപ്പോൾ ചന്ദ്രനും ശുക്രനും നാളത്തെ ദിവസം 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിച്ച് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് നേട്ടത്തെയും കോട്ടത്തെയും കൊടുക്കും. അപ്പോൾ നേട്ടമാണോ കോട്ടമാണോ നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ആദ്യമായിട്ട് ഇടവക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം 6ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ 6ാം ഭാവത്തിൽ നിന്നാൽ അത്ര നല്ലതല്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം ഈ ഒരു നക്ഷത്രഫലം കേട്ടാൽ മേടക്കൂറുകാർ ചിന്തിക്കേണ്ടത്, നാളത്തെ ദിവസം ശത്രുക്കൾ മൂലം അവരുടെ ജീവിതത്തിൽ ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ഏതൊരു കാര്യവും ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് ഈ നക്ഷത്രഫലത്തിൽ കൂടി അവർക്കൊരു അറിയിപ്പ് നൽകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അല്ല, എനിക്കിതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നും പറഞ്ഞ് ചെയ്താൽ ചിലപ്പോൾ വീഴുന്നത് വലിയൊരു ആപ്പിലായിരിക്കും, വലിയൊരു ചതിയിലായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നുമൊക്കെ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി, പിതാവിൻ്റെ സ്ഥിതിയൊക്കെ ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. എങ്കിലും മാതാവിനും ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മക്കളുടെ സ്ഥിതി ഇവർക്ക് അത്ര മെച്ചമായ ഒരു സാഹചര്യമല്ല. പുത്രദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. കാര്യവിജയം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല. തൊഴിൽപരമായുള്ള നേട്ടമുണ്ട്. അപ്പോൾ അതാണ്
ഇവർക്കൊരു നേട്ടം, പ്രധാനപ്പെട്ട നേട്ടം. അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരാനും ഉള്ളൊരു നേട്ടമാണ്. ഇപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുക, തൊഴിൽപരമായിട്ടുള്ള ധനനേട്ടം, ഇത് രണ്ടും അവർക്ക് വളരെയേറെ നല്ല അനുഭവത്തിൽ കൂടി പോകുന്നൊരു സമയമാണ്. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ആ ഒരു നേട്ടം നാളത്തെ ദിവസം ഇവർക്ക് ഒരു 60% നേട്ടത്തെ കൊടുക്കും. പൂർണ്ണമായിട്ടും നേട്ടത്തെ കൊടുക്കുകയില്ല. കാരണം ചന്ദ്രൻ ശുക്രനുമായിട്ട് വെള്ളിയാഴ്ച ദിവസം രാത്രി 9:27 വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ ശുക്രനെ ശത്രുവായിട്ട് കാണുന്നില്ല, ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ, ശത്രുത സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതായത് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ശത്രുക്കൾ മൂലം ദോഷങ്ങളുണ്ടാകുന്നു. അപ്പോൾ അത് വെള്ളിയാഴ്ച ദിവസം രാത്രി 9:27 വരെയുള്ള സമയം വരെയാണ് ഈ ദോഷമുണ്ടാകുക. ദോഷമുണ്ടാകുന്ന കാര്യമാണ് പറയുന്നത്. ശുക്രനും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും ശത്രുത വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതാണ് ഇപ്പം ഭാര്യയുടെ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യ വീട്ടിലെ സ്വത്ത് സംബന്ധിച്ചൊക്കെ ഉള്ള ശത്രുത വെള്ളിയാഴ്ച ദിവസം രാത്രി 9:27 വരെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്ത് ഉണ്ടാകത്തില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി ബന്ധുക്കളുടെ സഹകരണം അവർക്കുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ശത്രുതയായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേടക്കൂറുകാർക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ മേടക്കൂറുകാർക്ക് നേട്ടത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ശത്രുത എപ്പോൾ വരെ ഉണ്ടാകുമെന്നും പറഞ്ഞു തന്നു. ശത്രുതയുടെ സമയം വെള്ളിയാഴ്ച ദിവസം രാത്രി 9 മണി കഴിഞ്ഞുള്ള സമയം വരെയും ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ചന്ദ്രൻ നിൽക്കുന്നത് നാളത്തെ ദിവസം 5-ാം ഭാവത്തിലും ശുക്രൻ നിൽക്കുന്നത് 5-ാം ഭാവത്തിലുമാണ്. അപ്പോൾ ഈ കാര്യവിജയം ഉണ്ടാകത്തില്ല, കാരണം അവിടെ ശത്രുത ഉണ്ടാകുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാര്യഭാവത്തിൽ നിൽക്കുന്നത് ശുക്രനും ചന്ദ്രനും കൂടിയാണ്. അവിടെ നിൽക്കുന്ന ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ, കടബാധകളാൽ, ശത്രുക്കളാലൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാര്യതടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്കിലും ഈ ശുക്രൻ നല്ല ബുദ്ധിയെ ഈ ജാതകർക്ക് കൊടുക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളെ കൊടുക്കും. അവർ മുഖേനയുള്ള കാര്യവിജയങ്ങളൊക്കെ കൊടുക്കും. അവർ മുഖേന ധനപരമായ നേട്ടം, കീർത്തി, നേതൃത്വത്തിലേക്കൊക്കെ എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ നല്ല ദാമ്പത്യ ജീവിതങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചന്ദ്രനും ഇപ്രകാരമുള്ള ഫലങ്ങളെയൊക്കെ കൊടുക്കും ഇവർക്ക്. പക്ഷെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള വിഷയം, അതായത് ശാരീരികമായിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവിടെ ഒരു ശത്രുത വന്നു ചേരുന്നത് കൊണ്ട് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ബാക്കി അവർക്ക് അവരുടെ ശാരീരികമായ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ സുഖം, സ്വസ്ഥത, ദേഹനന്മ അവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമല്ല. വെള്ളിയാഴ്ച രാത്രി 9:27 വരെയുള്ള സമയം വരെ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല സമയമാണ്. പിന്നെ കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം അത്ര മെച്ചമല്ല. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാര്യവിജയമൊന്നും നാളത്തെ ദിവസം ഉണ്ടാകുന്ന ദിവസമല്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് നിലവിലുണ്ട്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ശത്രുത ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭാഗ്യമൊന്നും തുണയ്ക്കുന്ന ദിവസമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമല്ല. എങ്കിലും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹകരണമൊന്നും കാര്യമായിട്ട് അവർക്കുണ്ടാകുന്നൊരു ദിവസവുമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതും 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതും. അപ്പോൾ അവർക്ക് മാതൃഭാവം, മാതാവിനെക്കുറിച്ചും മാതാവിൻ്റെ സഹോദരന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ ഈ നാളുകാരുടെ അമ്മാവന്മാരെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുമ്പോൾ അവരുടെ സ്ഥിതി മെച്ചമാണെങ്കിലും ശത്രുത വന്നു ചേരുവാൻ, സ്ത്രീകൾ മുഖേനയുള്ള ശത്രുത അവർക്കൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നാളത്തെ നക്ഷത്രപരമായി പറഞ്ഞു വരുവാനുള്ളത്. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഒരുപക്ഷെ അമ്മാവന്മാരുമായിട്ട് ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം.
വീട്, വാഹനം, സ്വത്ത്, സമ്പത്ത്, ഉയർന്ന ഉദ്യോഗം എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ നല്ല ഒരു ദിവസമാണ്. ശുക്രൻ 4-ൽ നിൽക്കുന്നൊരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെങ്കിൽ ഈ ശുക്രൻ്റെ കൂടെ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് ചന്ദ്രനെ ശുക്രൻ ശത്രുവായി കാണുന്നു. അപ്പോൾ അവിടെ ഒരു ശത്രുത വന്നു ചേർന്ന് പല പ്രതിസന്ധികളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരാനുണ്ട്, പക്ഷെങ്കിൽ ശത്രുത കൊണ്ട് ഒരു പക്ഷെങ്കിൽ അതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ദേഹനന്മയൊന്നും അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും അവിടെ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും കാര്യവിജയം അവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണെങ്കിലും ശത്രുത അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ദാമ്പത്യ ജീവിത സുഖക്കുറവും തൊഴിൽപരമായുള്ള പരാജയമൊക്കെ ഇവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഭാഗ്യം അവരെ തുണയ്ക്കുന്ന ഒരു സമയമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഭാഗ്യക്കെടുകളൊക്കെയാണ് കൂടുതൽ ആൾക്കാർക്കും വന്നു ചേരുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണെങ്കിലും അവിടെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ബന്ധുക്കളുടെ സഹകരണമൊന്നും കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 3-ാം ഭാവത്തിൽ ശുക്രനും ചന്ദ്രനും നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ഈ ജാതകർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള താല്പര്യമൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറും. അതുപോലെ തന്നെ ധനനേട്ടം പ്രതീക്ഷിക്കാം. ചിലർക്ക് നേത്രരോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ശുക്രൻ നിന്നാലും ചന്ദ്രൻ നിന്നാലും 3-ൽ നിന്നാൽ നല്ല ഫലങ്ങളെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ നല്ല ഫലങ്ങൾ വന്നു ചേരുമ്പോൾ ഈ നല്ല ഫലങ്ങളെ തരുന്നവർ തമ്മിൽ, അതായത് ശുക്രൻ മുഖേന ലഭിക്കുന്ന ഈ ഫലങ്ങൾ അത് ഈ നാളുകാർക്ക് ലഭിക്കുമ്പോൾ ആ ശുക്രൻ ഈ നാളുകാരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ ശത്രുത ഉണ്ടാക്കുമ്പോൾ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഈ വന്നു ചേരുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും ഈ ജാതകർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് ശത്രുത കൊണ്ടാകും എന്നുള്ളത് പലരും ചിന്തിക്കും. അപ്പോൾ ശത്രുതയാണ് അവിടെ വന്നു ചേരുക. അതായത് ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നത് കൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ നേട്ടങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റാതെ വരും, അത് തടസ്സപ്പെട്ടു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. നേട്ടങ്ങൾ വന്നു ചേർന്നാൽ പോലും അത് അനുഭവ യോഗ്യമാകണമെന്നില്ല എന്നുള്ളതാണ്. ശാരീരികവും മാനസികമായ സ്ഥിതി മോശമാണെങ്കിൽ ഇതിനൊന്നും ശരിക്കും യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ നാളുകാർ കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നോക്കിയാൽ സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. അതുപോലെ തന്നെ കാര്യവിജയം, ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. തൊഴിൽപരമായുള്ള നേട്ടമുണ്ട്. ശത്രുത, രോഗം, കടമൊക്കെ ഇവരെ അലട്ടുന്നൊരു സമയമാണ്. ഇവരെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ശത്രുതയിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതയിൽ കൂടി കടന്നു പോകുന്നൊരു സമയം കൂടിയാണ്. ബന്ധുക്കളുടെ കാര്യം ഇവർക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം ഈ നാളുകാർ കടന്നു പോകും. നാളത്തെ ദിവസം ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും ചന്ദ്രനും ഈ ജാതകർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും വന്നു ചേർന്നേക്കാം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതും 2-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതും. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ കൂറിൻ്റെ അധിപൻ ആ രാശിയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ സുഖം, സ്വസ്ഥത, ദേഹനന്മ നല്ലതാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുന്നൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന ധനം വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. തൊഴിൽ ഗുണം അവർക്കുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ നിലനിൽക്കുന്നു. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചോളം തൊഴിൽപരമായിട്ടുള്ള രാജയോഗം നിലനിൽക്കുന്നൊരു സമയമാണ്. എന്നാൽ അവർക്കും ശത്രുത
രോഗം, കടബാധകളൊക്കെ അവർക്കും അലട്ടുന്നൊരു സമയമാണ്. അതും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹകരണം ഇവർക്ക് കാര്യമായി ലഭിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാം കൊണ്ടും അവർക്ക് നേട്ടമാണ്. പക്ഷേ എങ്കിലും ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്ന ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ മാതൃക്ലേശമുണ്ടായി, മാതാവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളുണ്ടായി. ഈ അനുഭവങ്ങളൊക്കെ അവർക്ക് അനുഭവയോഗ്യമായി വരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ചന്ദ്രന് നാളത്തെ ദിവസം ശുഭഗ്രഹത്തെ പോലെ ഫലം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. കാരണം വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ്. ശുക്രൻ ശുഭഗ്രഹമാണ്. എന്നാൽ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നാളെ ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ട ദിവസമാണ്. പക്ഷെങ്കിൽ ആ ഗ്രഹം നഷ്ടത്തിൽ നിൽക്കുന്നുണ്ട്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നഷ്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട്, നഷ്ടഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ നേട്ടങ്ങളെല്ലാം വന്നു ചേരണമെന്നില്ല, അല്ലെങ്കിൽ വന്നു ചേരുന്നതെല്ലാം നഷ്ടമായി പോകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ഇവർക്ക് നേട്ടങ്ങളെ വരേണ്ട ഒരു സമയമാണ്. ഇവരുടെ ഗ്രഹനില നോക്കുമ്പോൾ 6ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, നല്ലതാണ്. 9ൽ വ്യാഴം നിൽക്കുന്നു, നല്ലതാണ്. ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു, 10ൽ ചൊവ്വ നിൽക്കുന്നു, 12ലാണ് സൂര്യനും ബുധനും നിൽക്കുന്നത്. തൊഴിൽപരമായുള്ള പ്രതിസന്ധികൾ ഇവരെ അലട്ടുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായ പരാജയങ്ങൾ, ബന്ധുക്കളുടെ നിസ്സഹകരണം എന്നിവയൊക്കെ ഇവർക്ക് ദോഷമായി വന്നു ചേരുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഇവർക്ക് പ്രതികൂലമായി നിൽക്കുന്നു. പക്ഷേ നോക്കുമ്പോൾ ഒരുപാട് സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവർക്കൊരു പ്രയോജനമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു അനുഭവമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ശുക്രൻ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ലൊരു ബന്ധത്തെ കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രേമ കാര്യങ്ങളിലൊക്കെ ആപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ പ്രേമ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നു. പക്ഷെങ്കിൽ ആ ശുക്രനെ ഈ രാഹു വീക്ഷിക്കുന്നതുകൊണ്ട് ഇവരുടെ പ്രേമകാര്യങ്ങളിൽപ്പെട്ടവരാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽപ്പെട്ടവരാണെങ്കിലും, അല്ലെങ്കിൽ ശുക്രൻ കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ, ലൗകികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അവിടെ തടസ്സം വന്നു ചേർന്ന് ആ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സമയമാണ്. അത് ഈ നാളുകാരെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും മുന്നേറുവാൻ തടസ്സം നിൽക്കുന്നു. രാഹു 7ൽ നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും അവർക്ക് മുന്നേറുവാൻ പറ്റുന്നില്ല. സാമ്പത്തികമായ പ്രതിസന്ധി, ദാമ്പത്യ ജീവിത സുഖക്കുറവ്, കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയിലുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളെല്ലാം അവർ ഭാരപ്പെടുന്നൊരു സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസവും ശുക്രൻ ഇവർക്ക് നേട്ടത്തെ കൊടുത്താൽ പോലും, ധനം കൊടുത്താൽ പോലും, കുടുംബസുഖം കൊടുത്താൽ പോലും ഇവർക്കത് ലാഭമായി വന്നു ചേരണമെന്നില്ല. കാരണം ഇവർക്ക് ലാഭത്തെ കൊടുക്കുന്ന ചന്ദ്രനെ ശുക്രൻ ശത്രുവായിട്ട് കാണുന്നു. ആ ഒരു ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് ഇവർക്ക് നേട്ടം വന്നു ചേരണമെന്നില്ല. പ്രത്യേകിച്ച് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ 12ൽ നിൽക്കുന്നതുകൊണ്ട്, നഷ്ടഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നഷ്ടമായി പോകുവാനേ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ചോട് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ശുക്രൻ 12ലാണ്, ചന്ദ്രനും 12ലാണ്. അപ്പോൾ ഈ നാളുകാരുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന ഒരു ദിവസമായിരിക്കുമല്ലോ. 12ൽ ചന്ദ്രൻ നിന്നാൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, അലസത, കാര്യതടസ്സം, ശരീരത്തിൽ മുറിവ്, ചതവുകൾ, അന്യദേശവാസം, വീട് വിട്ട് മാറി താമസിക്കുക, മാതൃദേശം, അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ 12ൽ ശുക്രൻ നിന്നാൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. ധനം, കുടുംബം, സുഖം എന്നിവയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം തുലാക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടമുള്ളൊരു ദിവസമല്ല. പ്രത്യേകിച്ച് അവരുടെ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് നാളത്തെ ദിവസം അതിൻ്റേതായ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം 12ലാണ് ശുക്രൻ നിൽക്കുന്നതും ചന്ദ്രൻ നിൽക്കുന്നതും. നഷ്ടഭാവത്തിലാണ് 2 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 11ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. നല്ലതാണ്. 2 ശുഭഗ്രഹങ്ങളാണ്. അതായത് ചന്ദ്രൻ, വെളുത്ത പക്ഷത്തിലെ ചന്ദ്രൻ ശുഭഗ്രഹത്തെ പോലെ ഫലം ചെയ്യും. അതുപോലെ തന്നെ ശുക്രൻ 12ാം ഭാവത്തിൻ്റെ അധിപൻ, നഷ്ടമായി പോകേണ്ട ഭാവത്തിൻ്റെ അധിപൻ, നഷ്ടഭാവത്തിൻ്റെ അധിപൻ 11ൽ നിൽക്കുന്നു, ലാഭം തരുവാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു ദിവസമാണ്, നല്ല അനുഭവമാണ്. 11ൽ ശുക്രൻ നിന്നാൽ ഈ ജാതകരെ സംബന്ധിച്ച് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. അത് മുഖേന പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവർക്ക് വന്നു ചേരുന്ന ദിവസമാണ്. സൽഗുണ സമ്പന്നരെ പോലെ അവർ ശോഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ 11ൽ ചന്ദ്രൻ നിന്നാൽ വ്യാപാര വിജയമുണ്ടാകും. പ്രത്യേകിച്ച് വസ്ത്ര വ്യാപാരികൾ, സ്വർണ്ണം വ്യാപാരികൾക്കൊക്കെ വ്യാപാര നേട്ടം പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം, തൊഴിൽഗുണം, അങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട്
4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ടും ഈ നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല. ഇനി ദൈവകൃപയാൽ വന്നു ചേർന്നാൽ ഭാഗ്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു വശത്ത് നല്ല ഫലങ്ങൾ തരുവാനുള്ള ഗ്രഹങ്ങൾ നല്ല ഫലങ്ങൾ തരുന്നു, മറുവശത്ത് അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഗ്രഹങ്ങൾ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവർക്കതൊന്നും സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ ഇവരുടെ കൈകളിലേക്ക് വന്ന് ചേരുവാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലാതെയും പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് വൃശ്ചികക്കൂറുകാർ കടന്നു പോവുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 10-ാം ഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു. ചന്ദ്രൻ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു. നല്ല കാര്യമാണ്. തൊഴിൽ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. വസ്ത്രവ്യാപാരികൾക്കും സ്വർണ്ണ വ്യാപാരികൾക്കൊക്കെ വിജയം കൈവരിക്കാൻ പറ്റുന്ന നല്ല ധനനേട്ടം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കും, സാഹിത്യകാരന്മാർ ശോഭിക്കും, കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർ ശോഭിക്കുന്ന ഒരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ശരീരമുള്ള ദിവസമാണ്. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ധനുക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായ നേട്ടം, കുടുംബസുഖം, ധനനേട്ടം, അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളും അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത്ര ഊർജ്ജസ്വലനായിട്ടല്ല ഈ നാളുകാർ കടന്നു പോകുന്നത്. അതുകൊണ്ട് നാളത്തെ ദിവസം അപ്പോൾ അതിൻ്റേതായ ഒരു ശോഭ ഇവർക്ക് വന്നു ചേരണമെന്നില്ല. ഈ പറയുന്ന നേട്ടങ്ങൾ മുഴുവനും അതുപോലെ തന്നെ ഇവർക്ക് വന്നു ചേരണമെന്നില്ല. എങ്കിലും ഏറെക്കുറെ നല്ല അനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം ധനുക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവിടെ ഭാഗ്യഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. ശുക്രൻ 9-ൽ നിന്നാൽ, ഭാഗ്യഭാവത്തിൽ നിന്നാൽ ഭാഗ്യം കൊണ്ട് ഈ നാളുകാർ അറിയപ്പെടുന്നവരായി തീരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഭാഗ്യം ഇവരെ തേടി വരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. സകല ഭാഗ്യങ്ങളും ഇവർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് ചന്ദ്രൻ കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ഈ ജാതകർക്ക് നേട്ടത്തെ കൊടുക്കും. പക്ഷേ ചന്ദ്രൻ കൊടുക്കുന്ന നേട്ടത്തെ ഈ ശുക്രൻ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചന്ദ്രൻ 9-ാം ഭാവത്തിൽ നിന്നാൽ നല്ല നേട്ടങ്ങളെ തന്നെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ കൊടുക്കുന്ന നേട്ടത്തെ ഈ ശുക്രൻ ഇല്ലാതാക്കിയാൽ ഇവരുടെ സ്ഥിതി എന്താകും എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. അതായത് ചന്ദ്രൻ 9-ൽ നിന്നാൽ അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഈ ജാതകർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പുരുഷ ജാതകന്മാരെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ദിവസവുമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ചന്ദ്രൻ മുഖേന വന്നു ചേരുന്നൊരു കാര്യമാണ്. അപ്പോൾ ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ചന്ദ്രൻ കൊടുക്കുന്ന നേട്ടത്തെ ശുക്രൻ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നൊരു ചിന്ത നമുക്കുണ്ടായേക്കാം. എന്നാൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിൻ്റെ അധിപനും 10-ാം ഭാവത്തിൻ്റെ അധിപനുമാണ് ഈ ചന്ദ്രനും ശുക്രനും. കേന്ദ്രഭാവത്തിൻ്റെ അധിപന്മാരാണ്. ഇവർ ത്രികോണഭാവത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ താൽക്കാലികമായി ഇവർ മിത്രങ്ങളാവുന്നു അല്ലെങ്കിൽ ബന്ധുക്കളാവുന്നു. അപ്രകാരം നാളത്തെ ദിവസം മകരക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുകയും സുഖാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമത്തിൽ 6-ാം ഭാവത്തിൻ്റെ അധിപനും ചന്ദ്രനും 9-ാം ഭാവത്തിൻ്റെ അധിപൻ ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നു. നാളത്തെ ദിവസം ശുക്രൻ്റെ ദിവസമാണ്. 6-ാം ഭാവത്തിൻ്റെ അധിപനുമായിട്ട് ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ചേർന്ന് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ 2 ഗ്രഹങ്ങൾ നിന്നാൽ കഷ്ടത വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപനെ ഭാഗ്യാധിപൻ ശത്രുവായിട്ട് കാണുന്നത് കൊണ്ട് ഈ 6-ാം ഭാവം സംബന്ധിച്ചുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഇല്ലാതാകേണ്ടതാണ്. പക്ഷെങ്കിൽ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ ഈ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഈ 2 ഗ്രഹങ്ങൾക്കും അഷ്ടമം സംബന്ധിച്ചുള്ള ദോഷം ചെയ്യാനേ കഴിയുള്ളൂ. അതുകൊണ്ട് നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ വലിയ ദോഷത്തെ ചെയ്യുകയില്ലെന്നാണ് പറയുന്നത്. അതായത് ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. കൃഷി കാര്യങ്ങൾക്കുള്ള നേട്ടമുണ്ടാകും, സമ്പാദ്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ അഷ്ടമത്തിൽ ചന്ദ്രൻ നിന്നാലോ ബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ്. പക്ഷെങ്കിൽ ഇവിടെ ബലമുള്ള ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ഈ ശുക്രൻ ഈ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നത് കൊണ്ട് അഷ്ടമത്തിലുള്ള സ്ഥിതി മൂലം
ഈ നാളുകാർക്ക് നാളത്തെ ദിവസം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളൊന്നും വന്നു ചേരാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവിടെ 4-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അവർക്കിപ്പം നല്ല സമയമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം ശുക്രൻ ഇവർക്ക് നേട്ടത്തെ കൊടുക്കും. ചിട്ടി, സമ്പാദ്യം, കൃഷി എന്നിവ മുഖേനയുള്ള സുഖാനുഭവങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുമെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു. ശുക്രനും ചന്ദ്രനും നിൽക്കുന്നു. നാളത്തെ ദിവസം എല്ലാം കൊണ്ടും അനുകൂലമാണ്. ശുക്രൻ 7-ൽ നിന്നാൽ ഭാര്യാസുഖം, ദാമ്പത്യസുഖം, ഭർത്തൃസുഖം, കുടുംബസുഖം, സന്താന ഭാഗ്യം, അങ്ങനെ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നൊരു ദിവസമാണ്. ജ്യോതിഷം പറയുന്നത് 7-ാം ഭാവമായ കേന്ദ്രഭാവത്തിൽ ശുക്രനും ചന്ദ്രനും, ബലമുള്ള ചന്ദ്രനും ഒരുമിച്ച് നിന്നാൽ ഈ ജാതകർ കാമകലകളിൽ സാമർഥ്യം കാണിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ തൊഴിൽ ഗുണം ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് സകല ഭാഗ്യങ്ങളും നല്ല അനുഭവങ്ങളും വന്നു ചേരുമെന്നാണ് പറയുന്നത്. കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, അവരുടെ കുടുംബ ജീവിത വിജയം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അതോടൊപ്പം തന്നെ ഈ ജാതകരെ കൂടുതൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുവാനുള്ള, പുരുഷ ജാതകരെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുവാനുള്ള ഒരു പ്രസന്നത ഈ ജാതകരുടെ മുഖത്തുണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ജ്യോതിഷം ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി, അതായത് ശുക്രനും ചന്ദ്രനും 7 നിൽക്കുന്നത് നാളത്തെ ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല അനുഭവത്തെ കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷെങ്കിൽ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ശുക്രനാണ് 7-ൽ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രനാകട്ടെ ഇവരുടെ 5-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. അതുകൊണ്ട് വലിയ ശത്രുതയൊന്നും ഇക്കാര്യത്തിൽ വന്നു ചേരത്തില്ല. അവർ തമ്മിൽ താൽക്കാലിക മിത്രങ്ങളായി തന്നെ ഈ നാളുകാർക്ക് നല്ല ഫലത്തെ കൊടുക്കുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയുവാനുള്ളത്. നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി, കേരളത്തിൽ സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതായിരിക്കും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി അടുത്ത ദിവസം പത്രത്തിൽ വരിക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മസ്റ്റർമൈൻഡ് ഓഫ് നോളജ്.